ഇന്ന് കുങ്കുമപ്പൂ ചേർത്ത ഒരു ചിക്കൻ കറി ആയാലോ. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടു നോക്ക്. നല്ല റിച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ ഒരു 400 ഗ്രാംസ് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മൾ ഇത് സാഫ്രോൺ കുറച്ച്, അപ്പോൾ അതുമൊക്കെ പിടിച്ചോളും, വളരെ കുറച്ചിട്ടാൽ മതി. സാഫ്രോൺ ത്രെഡ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് വെക്കണമെങ്കിൽ 24 hours മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ മിനിമം ഒരു 30 minutes എങ്കിലും നമുക്കിതിനെ എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് വേണം കറിയുടെ പ്രോസസ്സിലോട്ട് കിടക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിനെ ശരിക്കൊന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് കുങ്കുമപ്പൂ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ അണ്ടിപ്പരിപ്പും ഒരു മിക്സിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കുതിരാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ആ അണ്ടിപ്പരിപ്പിനെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുകയും വേണം. സാഫ്രൻ്റെ ആ സത്തൊക്കെ ആ ചൂടുവെള്ളത്തിൽ ഇറങ്ങി നമുക്ക് കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. കുതിർത്ത അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നമ്മൾ ഒരു 5-6 പച്ചമുളകും ഒരു ചെറിയ സവോള കൂടെ ചേർത്തിട്ട് വേണം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ പാൻ ചൂടായി. അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത് ഓയിലും ഉണ്ടാക്കാം, പക്ഷേ നെയ്യിലും ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ അധികം കുറച്ച് ഹെൽത്തി വേർഷനുള്ളവർക്ക് നെയ്ക്ക് പകരം ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കും. നെയ്യ് ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു ബേ ലീഫ്, ഒരു ജാതിപത്രി, ഒരു 4 ഏലക്കായ, 3-4 ഗ്രാമ്പൂ, 2 കഷ്ണം കറുവപ്പട്ട, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ആ സ്പൈസസിൻ്റെ ഒക്കെ മൂപ്പ് ആ നെയ്യിൽ കിട്ടുമ്പോൾ ആ നെയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ആ പെരുംജീരകം പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഒരു സവോള നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് വഴറ്റി നല്ലൊരു ബ്രൗൺ കളർ ആക്കണം. ആ സ്പൈസസും സവോളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ആ സവോളയൊക്കെ നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ആ സ്പൈസസും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിരുന്നു ചിക്കനിൽ, പക്ഷേ ഇതിലും കൂടെ കുറച്ചുകൂടെ നമുക്ക് ചേർക്കണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആ നെയ്ക്കകത്തും സവാളയിലും കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മുടെ ആ വഴറ്റിയ സവാളക്കകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആ ചിക്കനെ ഒന്ന് ആ അരപ്പിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് സമ്മതിക്കണം. ഒരു 5 minutes നമുക്ക് ചിക്കനെ ഈ അരപ്പിൽ കിടന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആ സ്പൈസസിലും തൈരിലും എല്ലാം കിടന്ന് ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവണം. ചിക്കൻ്റെ പുറകുവശമൊക്കെ ഒരു 5 minutes നമുക്ക് ഹൈ ഹീറ്റിൽ തന്നെ ഇട്ടിട്ട് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുമാതിരി ഫ്രൈ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിട്ട് കൊടുത്തു. പിന്നെ നമുക്കതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാഫ്രൺ, ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ച സാഫ്രൺ ഉണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ അതിൻ്റെ സ്റ്റാറ്. ആ സാഫ്രൺ ആ ചൂടുവെള്ളത്തോടു കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കാഷ്നട്ട് പേസ്റ്റ് ഇതിലെല്ലാം കിടന്നിട്ട് വേണം ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. പിന്നെ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ അതിന് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കുക. നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിക്കണം. ചിക്കൻ വേവാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് അത് കുറച്ച് തിന്നായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ അടിയിൽ പിടിക്കും. അതിന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിനെ
ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട്. വെച്ചാൽ ഗ്രേവി നല്ല തിക്കാണ്, അതുകൊണ്ട് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ അതിനെ ഒരു 15 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് ഈ സാഫ്രൺ ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ കളർ നോക്കുക, നല്ലൊരു ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കട്ടെ. നമ്മുടെ സാഫ്രൺ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കാൻ പറ്റില്ല, തിക്ക് ഗ്രേവി ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് തിക്നെസ് ഉണ്ട് ഗ്രേവിക്ക്, കുഴപ്പമില്ല. ഇനിയും ഒരു 5 മിനിറ്റ്സിന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ സാഫ്രൺ ചിക്കൻ കറി റെഡിയാവും. ഇപ്പം നമ്മുടെ സാഫ്രൺ ചിക്കൻ കറി ഞാനൊരു പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് സാഫ്രൺ ത്രെഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ.